അസ്സലാമു അലൈക്കും. സാലിം ഫൈസി ഉസ്താദ്, ഞാൻ ഡോക്ടറാണ്. അപ്പോൾ നമുക്ക് സൗന്ദര്യവർദ്ധക ഓപ്പറേഷൻ ശസ്ത്രക്രിയകളുണ്ട്. അത് ചിലപ്പോൾ ഫങ്ഷണൽ ആയിരിക്കും, അതായത് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണ രീതിയിൽ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് മുച്ചുരിയുമായിട്ട് ജനിക്കുന്ന കുട്ടികൾ പലപ്പോഴും അവരുടെ മുലപ്പാൽ കുടിക്കുന്ന കഴിവൊക്കെ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നമായിരിക്കും. അപ്പോൾ അവരുടെ ആ കഴിവ് പൂർണ്ണമായിട്ട് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓപ്പറേഷൻ നിർബന്ധമായിരിക്കും. അതുപോലെ തന്നെ അതല്ലാത്ത തരത്തിലുള്ള ഓപ്പറേഷനുകളുണ്ട്. ചിലപ്പോൾ ലൈപ്പോസെക്ഷൻ എന്ന് പറയും, അതായത് നമ്മുടെ കൊഴുപ്പ് എടുത്ത് കളയുക. അതിന് ആരോഗ്യപരമായ ഗുണമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ജീവിതശൈലി രോഗങ്ങളൊക്കെ കുറയ്ക്കുന്നു, അങ്ങനെ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കുന്നു, അങ്ങനെ രീതിയൊക്കെ ഉണ്ട്. പക്ഷേ പൊതുവിൽ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകളെക്കുറിച്ച് അതിൻ്റെ ഇസ്ലാമികമായ കർമ്മശാസ്ത്രമായ വിധി എന്തായിരിക്കും? ഏത് ചെറിയ ഓപ്പറേഷൻ ആണെങ്കിൽ പോലും അതിന് മരണമടക്കമുള്ള സൈഡ് എഫക്ട്സ്, അതിൻ്റെ വിചാരിക്കാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം. ആ ഒരു പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനുഷ്യൻ്റെ ശരീരത്തിന് നമുക്ക് കരുതിക്കൂട്ടി ഒരു രീതി നമ്മൾ എടുക്കുന്നു എന്ന് അതും കൂടെ പരിഗണിക്കുമ്പോൾ അതിൻ്റെ കർമ്മശാസ്ത്രമായ വിധി എന്തായിരിക്കും? അതിൻ്റെ കൂടെ മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. നമ്മുടെ ഓരോന്ന് ചോദിക്കല നന്നാവുക. അടുത്ത അവസരം മൂപ്പർക്കന്നെ എടുത്താൽ മതി. സൗന്ദര്യവർദ്ധക ചികിത്സകൾ, പ്ലാസ്റ്റിക് സർജറി പോലെയുള്ളവയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ സൗദി ഔക്കാഫിൻ്റെയും UAE ഔക്കാഫിൻ്റെ ഒക്കെ ഫത്വ വന്നിട്ടുണ്ട്, ജായിസാണെന്നാണ്. പിന്നെ പറഞ്ഞതിലുള്ളൊരു സംഗതി റിയാക്ഷൻ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റാണ്. ഏത് ചികിത്സയാണെങ്കിലും എഫക്റ്റുള്ള എല്ലാ സാധനത്തിനും സൈഡ് എഫക്റ്റ് ഉണ്ട്. അതിന് പ്രൊഫറ്റിക് മെഡിസിൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു സാധനത്തിന് എഫക്റ്റ് ഉണ്ടോ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ താരതമ്യേന സൈഡ് എഫക്റ്റ് കുറഞ്ഞ രീതി സ്വീകരിക്കുക എന്നുള്ളത് മൊത്തം വൈദ്യത്തിൽ സ്വീകരിക്കേണ്ട ഒരു കാഴ്ചപ്പാടാണ്. അത് ഇതിലെന്നല്ല, ഏതിലും താരതമ്യേന സൈഡ് എഫക്റ്റ് കുറഞ്ഞ രീതിയെ സ്വീകരിക്കുക. അത് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഗുളിക കൊടുക്കുകയാണെങ്കിലും സൈഡ് എഫക്റ്റ് കുറഞ്ഞെടുക്കുക. എഫക്റ്റുള്ള എല്ലാ സാധനത്തിനും, അത് തേനിന് വരെ സൈഡ് എഫക്റ്റ് ഉണ്ട്. തേനിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. കരിഞ്ജീരകമാണല്ലോ ഹദീസിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്ന്. കരിഞ്ജീരകത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. അത് കൂടുതലായി കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ ആവും. അപ്പോൾ അത് സൈഡ് എഫക്റ്റുള്ള സാധനമാണ്. അപ്പോൾ എല്ലാ എഫക്റ്റുള്ള സാധനത്തിനും മരുന്നായി പറഞ്ഞതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കാൻ. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട വൈദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇബ്നു സീന എല്ലാ വൈദ്യം പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് മരുന്ന് വിഡ്ഢികൾക്കുള്ളതാകുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അവസാനം. ഈ ഇബ്നു സീന ഒറിജിനൽ വൈദ്യനല്ല, ശരിക്കും അദ്ദേഹം മുഫസ്സിറാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ തഫ്സീർ എഴുതിയതാണ്. അങ്ങനെ എഴുതിയപ്പോൾ റഹ്മാൻ, റഹ്മത്തിനെ തന്നവൻ. അപ്പോൾ റഹ്മത്ത് എന്താ? റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വാത്സല്യം. അപ്പോൾ അത് റഹ്മത്ത് റഹ്മിൽ നിന്ന് വരുന്നതാണ്. റഹ്മ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം. അപ്പോൾ വാത്സല്യത്തിൻ്റെ അടിസ്ഥാനം ഗർഭപാത്രമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബിസ്മിയെക്കുറിച്ചുള്ള പഠനം ഗർഭപാത്രത്തിലേക്കെത്തി, റഹ്മിലേക്കെത്തി. റഹ്മിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? അങ്ങനെ ഇഖ്റ ബിസ്മിയിലേക്ക് പോയി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നതിന് രക്തക്കട്ട എന്നതിനപ്പുറം വല്ലതുമുണ്ടോ എന്ന് പഠിച്ചു. അലക്ക് എന്നുള്ളതിന് രക്തക്കട്ട എന്ന് വെച്ചാൽ നിലവിലുള്ള അർത്ഥം തന്നെ കേട്ടോ, ഞാൻ പറഞ്ഞതിൻ്റെ വലിയ അർത്ഥം മാറ്റവും ചെയ്യരുത്. രക്തക്കട്ട എന്ന് വെച്ചാൽ ഒരു പ്രശ്നമുണ്ട്. എന്താ കാര്യങ്ങൾ? ഖുർആൻ ആദ്യമായി മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നടുക്കെന്ന് ഇങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ. ഇന്ദ്രിയമാണല്ലോ പറയേണ്ടത്. രക്തക്കട്ട കുറേ കഴിഞ്ഞിട്ടുള്ള സംഗതിയല്ലേ. പിന്നെ എന്തിനാണ് ഇന്ദ്രിയം വിട്ടിട്ട് രക്തക്കട്ട എന്ന് ആദ്യമായി പറഞ്ഞത്? അത് മനുഷ്യജന്മത്തിൽ ഉമ്മയാകുന്ന സ്ത്രീയെ പങ്കുചേർക്കാനാണ്. കാരണം ഇന്ദ്രിയമായിരിക്കുമ്പോൾ സ്ത്രീയുടേത് പങ്കുചേരുന്നില്ല. അണ്ടവുമായി സംയോജിച്ച് രക്തക്കട്ട മാംസക്കട്ട എന്നീ അവസ്ഥയിലേക്ക് എത്തുമ്പോഴേ അത് മനുഷ്യനായി എന്ന ഉറപ്പിലേക്ക് എത്തുകയും ഉമ്മ അതിൽ പങ്കുചേരുകയും ചെയ്യുന്നുള്ളൂ എന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ വെച്ചാൽ വരാവുന്ന ഒരു പ്രശ്നം, ആദം നബിക്ക് ഉമ്മയില്ല. അപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞതിൽ ആദം നബി പെടില്ലയോ? പെടുമെങ്കിൽ അലക്ക് എന്നതിൻ്റെ അർത്ഥം മറ്റെന്താണ്? അങ്ങനെയുള്ള അന്വേഷണം അദ്ദേഹത്തെ വൈദ്യശാസ്ത്രത്തിലേക്ക് എത്തിച്ചതാണ്. എല്ലാം പറഞ്ഞ് അൽ ഖാനൂനു ഫി തിബ്ബ് രചിച്ച്
വൈദ്യശാസ്ത്രത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനങ്ങളും മരുന്നുകളൊക്കെ ആവിഷ്കരിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞത് മരുന്ന് പൊട്ടന്മാർക്കുള്ളതാണ്, ബുദ്ധിയുള്ളവർക്ക് അതൊന്നും വേണ്ട എന്നാണ്. അത് പറയാൻ അദ്ദേഹം ഉണ്ടാക്കിയ കാരണവും എല്ലാ മരുന്നുകളുടെയും റിയാക്ഷനായിരുന്നു. അപ്പോൾ സംഗതി പറ്റും, റിയാക്ഷൻ കുറഞ്ഞതെടുക്കുക എന്നതാണ് അതിൽ നിർദ്ദേശിക്കാനുള്ളത്. പിന്നെ ഇബ്നു സീന ഉദ്ദേശമാതിരി ബുദ്ധിയിൽ കമാലിയത്തുള്ളവരെ ചികിത്സിക്കാൻ പാടില്ല. ബുദ്ധിയിൽ കമാലിയത്തുള്ള ആളുകളെ അവർക്ക് ഈ ചികിത്സ വേണ്ടി വരില്ല, അല്ലാതെ തന്നെ അവർക്ക് വേറെ വഴിയുണ്ടാവും, വേറൊന്ന് ഓരോട്ടി നമ്മളടുത്തേക്ക് ചികിത്സിക്കാൻ വരില്ല. അതാണ്.